ഒരു നാടിന്റെ അഭിമാനമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ഒരു സ്കൂൾ. 1929 ക്രിസ്ത്യൻ മിഷണറിമാരാൽ സ്ഥാപിച്ച സ്കൂളാണിത്. നിലമേലിന് അഭിമാനമായാണ് എല്ലാം UP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും വർഷങ്ങൾക്ക് മുൻപാണ് നിലമേലിലെ ബംഗ്ലാകുന്നിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എല്ലാം UP സ്കൂൾ സ്ഥാപിച്ചത്. ആദ്യകാലങ്ങളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഗതിയില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളെ കണ്ടെത്തി അവർക്ക് സൗജന്യ ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകിയാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ നൽകി. എൻ്റെ പേര് ജയ. ഞാൻ ഈ സ്കൂളിലെ HM ആണ്. ഞാനൊരു 25 വർഷമായിട്ട് ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 1929 ക്രിസ്ത്യൻ മിഷണറിമാരെ സ്ഥാപിതമായ ഒരു സ്കൂളാണിത്. അതായത് താഴേക്കിടയിലുള്ള നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, അതായത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റി, അതായത് കൺവെർട്ട് ചെയ്ത് പഠിപ്പിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തിച്ച് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ അമേരിക്കയിൽ നിന്നും ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും നമുക്ക് സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. എങ്കിലും നല്ല ഈ ഭാഗത്തുള്ള ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത ഒരു സ്കൂളാണ് എല്ലാം UPS. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ ശേഷം അമേരിക്കൻ ദമ്പതികളായ 2 പേരായിരുന്നു സ്കൂൾ അടുത്ത കാലം വരെ നോക്കിയിരുന്നത്. 13 ഏക്കറിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലും തറയോടും ചേർന്നതായിരുന്നു നിർമ്മാണ രീതി. അതിനാൽ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെട്ടിരുന്നില്ല. ജില്ലയിലെ ഏറ്റവും അധികം പഴക്കമുള്ള സ്കൂളിലൊന്നാണ് ഈ സ്കൂൾ. സ്കൂൾ കോമ്പൗണ്ടിൽ സ്കൂൾ ജീവനക്കാർക്ക് താമസിക്കുവാനായി മുൻപ് 2 ബംഗ്ലാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവ തകർന്ന നിലയിലാണ്. പണ്ട് ആശുപത്രികളില്ലാതിരുന്ന കാലത്ത് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ അമേരിക്കൻ ദമ്പതികളുടെ നേതൃത്വത്തിൽ ചികിത്സ നടത്തിയിരുന്നു. നാട്ടുകാർക്കും ഇവ ഉപകാരപ്രദമായിരുന്നു. എൻ്റെ പേര് S. ജയപ്രകാശ്. ഇപ്പോൾ നിലമേൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ നിലമേൽ എല്ലാം UPSലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മുത്തശ്ശി മഹാഗണിയോട് ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻവശത്ത് അമേരിക്കൻ ദമ്പതിമാർ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവും ഉണ്ടായിരുന്നു. ആശുപത്രികളൊന്നും ഈ പ്രദേശത്തില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ അമേരിക്കൻ ദമ്പതിമാരിലുള്ള വനിതാ മാഡമാണ് ഈ പ്രദേശത്തെ ആൾക്കാർക്കും ഈ സ്കൂളിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും ഞാൻ പഠിക്കുമ്പോൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും എന്തെങ്കിലും പെട്ടെന്ന് അസുഖമോ ആരെങ്കിലും വീണ് കൈയോ കാലോ മുറിഞ്ഞാലോ അവിടെ കൊണ്ടുവന്നാണ് അതിൻ്റെ ചികിത്സ നടത്തിയിരുന്നത്. എൻ്റെ പേര് ജോർജ്. 47 കൂടെ പഠിക്കാൻ വന്ന ബോർഡിങ്ങിൽ അന്ന് ഇവിടെ 52 വരെ പഠിച്ചു. പിന്നെ വീട്ടിൽ പറ്റുന്ന സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ 58 സാഹിബിൻ്റെ ജോലിക്ക് ഇവിടെ വന്നു. ആദ്യം ഞാൻ ജനിച്ചപ്പോൾ ഒരു 6 സോൺ, പിന്നെ ഒരു 8 സോൺ എന്നെ സ്നാനപ്പെടുത്തിയിട്ട് തിരുവത്താഴം തന്നു. പിന്നെ 6 സോണാണ് എന്നെ അവിടെ ജോലിക്ക് സ്ഥിരപ്പെടുത്തിയത്. അതിനിപ്പോൾ ഗ്രീസി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ അവിടുന്ന് കൊണ്ടുവന്നത് ജോലിക്ക് 58. പിന്നെ അന്ന് പോലെ 76 വരെ നമ്മളിവിടെ ജോലി ചെയ്തെന്തൊക്കെയാണ്. അപ്പം അവർ എല്ലാവരും പോയപ്പോൾ എല്ലാം പോയി. രാവിലെയുള്ള കുട്ടികൾക്ക് ചോളം ഉൾപ്പെടെയുള്ളവയായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. വനസൗന്ദര്യത്തിന് സമാനമാണ് സ്കൂളിന്റെ രൂപഭംഗി. തേക്കും മഹാഗണിയും മാവുമെല്ലാം ഗൃഹാതുര സ്മരണകൾ ഉയർത്തും. നിലവിൽ 1 മുതൽ 7 വരെയുള്ള എയ്ഡ് സ്കൂളാണിത്. 10 ടീച്ചർമാരും 100 കുട്ടികളുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നിലമേലിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച എല്ലാം UPS സ്കൂൾ തന്നെയാണ്. നിലവിൽ ഗവൺമെന്റ് UPS മുതൽ പ്രൊഫഷണൽ കോഴ്സുകളുള്ള NSS കോളേജ് വരെ നിലമേലിലുണ്ട്. വർഷങ്ങൾക്കിപ്പുറവും നിലമേലിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ അടയാളമായി നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം UPS സ്കൂൾ.